ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കീം എക്സാം, അതായത് ഇനി നമ്മുടെ ബോർഡ് എക്സാം വെറും കുറച്ച് ദിവസങ്ങളിലടുത്താണ്. സോ ഗൈസ്, ഞാനിപ്പോൾ പറയണതെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ ബോർഡ് എക്സാമിന് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, കോൺസെൻട്രേറ്റ് ഓൺ ബോർഡ് എക്സാം. ഓക്കെ, കാരണം ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കീം എക്സാമിനും നോക്കുന്നുണ്ട് അവർ. ഓക്കെ, സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ സമയങ്ങളിൽ ഞാൻ പറയുന്നത് നിങ്ങൾ ബോർഡ് എക്സാം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, കീമിനെ കുറിച്ച് നോക്കണ്ട. ഓക്കെ, ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് കീമിനെ കുറിച്ച് നോക്കാം. പക്ഷേ നിങ്ങളിപ്പോൾ ബോർഡ് എക്സാം എല്ലാം പഠിച്ച് തീർന്നെങ്കിൽ നിങ്ങളൊരു മിനിമം ഒരു മണിക്കൂർ കീമിന് വേണ്ടി മാറ്റി വെച്ചോളൂ എന്നാണ് ഞാൻ പറയുന്നത്. ബോർഡ് എക്സാമിൽ ഏകദേശം നല്ല മാർക്ക് കിട്ടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മണിക്കൂറെങ്കിലും കീമിന് വേണ്ടി പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഓക്കെ, അല്ലാത്തവർ എന്തായാലും ബോർഡ് എക്സാമിന് വേണ്ടി ശ്രദ്ധിച്ച് ബോർഡ് എക്സാമിന് വേണ്ടി പഠിച്ചോളുക. ഓക്കെ, കോൺസെൻട്രേഷൻ ബോർഡ് എക്സാമിന് വേണ്ടി ഫുൾ ആക്കിക്കോളുക. കാരണം ബോർഡ് എക്സാമിൻ്റെ മാർക്ക് കീം എക്സാമിന് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബോർഡ് എക്സാമിന് നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റേ കീമിൻ്റെ ശരിക്കത്തെ മാർക്ക് ഇച്ചിരി കുറവാണെങ്കിലും നമുക്ക് നല്ലൊരു റാങ്ക് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളിപ്പോൾ എന്ത് ചെയ്യുക, ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ആൻഡ് ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് പിന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ SCERT ടെക്സ്റ്റിലെ സ്റ്റേറ്റിൻ്റെ, സോ അത് പഠിക്കുന്നതിനേക്കാളും നല്ലത് NCERT ടെക്സ്റ്റ് റെഫർ ചെയ്യുന്നതാണ് കീമിന് വേണ്ടിയിട്ട് നല്ലത്. ഓക്കെ, കാരണം SCERT ടെക്സ്റ്റിൽ ചില പോർഷൻസൊക്കെ ഡിലീറ്റഡ് ആണ്. ഓക്കെ, അത് NCERTയിലുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ NCERT വെച്ചിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഗൈസ്, JEE അടുത്തെത്തിയിട്ടുണ്ട്. അപ്പം JEEക്ക് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ ബ്രില്യൻ്റ്, JEEയുടെ ഷുവർ ഷോർട്ട് പ്രിഡിക്ഷൻസ് എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസൊക്കെ, ഈ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, കണ്ടു നോക്കുക. കീമിനും ഇതിനേക്കാളും ഒരു ലെവൽ താഴെയുള്ള ക്വസ്റ്റ്യൻസാണ് വരാൻ പോകുന്നത്. സോ അത്രയും കട്ടി വരത്തില്ല. പക്ഷേ അതിൽ കീമിലെ ഹാർഡ് ക്വസ്റ്റ്യൻസ് JEEയുടെ ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അവരും ഇതേപോലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇടാൻ പോകുന്നത്. സോ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണുന്നത് നല്ലതാണ്. സോ അത് പോയിട്ട് അതിലത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ട് തിരികെ വരിക. ഓക്കെ, ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇത്ര പറയാനുള്ള ഉദ്ദേശം, നിങ്ങളുടെ സമയം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നില്ല, നിങ്ങൾ പോയി പഠിക്കുക. പോയി ബോർഡ് എക്സാമിനോ അല്ലെങ്കിൽ കീമിനോ എന്തിനേലൊക്കെ പോയി പഠിക്കുക. ഓക്കെ, bye.